Good morning. Good morning. Good morning to all. എന്തൊക്കെയുണ്ട് സുഖാണോ എല്ലാവർക്കും? സുഖം അല്ലേ? ഗുഡ് മോർണിംഗ്. യെസ്. ഓക്കെ, നമ്മള് ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വർക്ക് ഓഫ് ഫങ്ഷൻസ് ആണ് എടുക്കുന്നത്. മെയിൻ ഗോൾ ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്താ? ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അവിടെ വരെയല്ലേ പറഞ്ഞത്? യെസ്. നെക്സ്റ്റ് വരുന്നത് ഓക്കെ, യെസ്, എടുത്തോട്ടെ, എല്ലാവരും ഓക്കെ അല്ലേ? യെസ്, റോൾ ഓഫ് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക്. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലെ സ്റ്റാഫുകൾ എന്തൊക്കെ റോൾസ് ആണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. Greet the caller with a positive approaching attitude. Respond instantly to their inquiries. Know the number of department of the hospitals. Have a list of doctors and employees along with their numbers. Should never be haughty by receiving a call. Optimize patient satisfaction. Provide on time and treatment room utilization by scheduling appointments in person or by telephone. Okay, first point എന്താ പറയുന്നത്? Treat the caller with a positive approaching attitude. Health care resource desk വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് കോൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, ഏത് അപ്രോച്ചസിലായിരിക്കണം സംസാരിക്കേണ്ടത്? With the caller with a positive approaching attitude അല്ലെ, നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡിൽ ആയിരിക്കണം അല്ലെ, നല്ല പ്ലസന്റ് ആയിട്ട് വേണം, വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി ആയിരിക്കണം അവരുടെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ അവർ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുകയും വേണം അല്ലെ. ഓക്കെ, യെസ്. Then second one എന്താണ്? Respond instantly to their queries. Respond instantly to their queries. എന്താണ്? അവരുടെ ചോദ്യങ്ങൾക്ക് തൽക്ഷണം തന്നെ നമ്മൾ ഉത്തരം പറയുക അല്ലെങ്കിൽ ഉത്തരം നൽകുക അല്ലെ. നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അവരുടെ ചോദ്യങ്ങൾ എന്താണോ അതിനെ ഇൻസ്റ്റന്റ്ലി ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അതായത് അവിടെ നമ്മൾ ആലോചിക്കാനോ അല്ലെങ്കിൽ ടൈം എടുത്തിട്ടുള്ള ഒരു ഡിലേ വരുത്തരുത്. അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഡിലേ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് മറുപടി പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, then third one, know the number of department of the hospital. Know the number of departments of the hospital. ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്പേഴ്സ് ആരറിഞ്ഞിരിക്കണം? ഹെൽത്ത് കെയർ റിസോഴ്സ് സ്റ്റാഫുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇല്ലുള്ള ആവശ്യങ്ങൾക്ക് പേഷ്യൻസ് വരുന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്പേഴ്സ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ have a list of doctors and employees along with their numbers. പിന്നെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. Then and employees along with their numbers. Doctors and employees. ഡോക്ടേഴ്സിനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നമ്പേഴ്സിന്റെ ലിസ്റ്റ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then should never be haughty while receiving a call. Should never be haughty while receiving a call. എന്താ പറയുന്നത്? haughty മീൻസ് നമ്മുടെ കോൾ എടുക്കുന്ന സമയത്ത് ഒരു അഹങ്കാരത്തിന്റെ ശബ്ദത്തോടുകൂടി സംസാരിക്കണം. അഹങ്കാരത്തിന്റെ ഒരു മുറ വെച്ച് സംസാരിക്കാൻ പാടില്ല. ഒരു കോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് അപ്രോച്ചിലൂടെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു ദേഷ്യത്തോടെയോ വളരെയധികം ടെമ്പറൊക്കെ കാണിച്ചൊരിക്കലും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പാടില്ല. Okay. Yes. The last one, optimizes patient satisfaction.
provider time and treatment room utilization by scheduling appointments in a person or by telephone. എന്താണ്? Optimize patient satisfaction, provider time and treatment room utilization. നേരിട്ടോ ടെലിഫോൺ നേരിട്ടോ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന എങ്ങനെയായിരിക്കും നമ്മള് ഒന്നെങ്കിൽ പേഴ്സൺസ് വന്ന് നേരിട്ട് വന്നെടുക്കുക അല്ലെങ്കിൽ എന്താണ് ടെലിഫോൺ വഴി നമ്മൾക്ക് ബുക്ക് ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് എത്രത്തോളം ട്രീറ്റ്മെന്റ് റൂമിന്റെ യൂട്ടിലൈസേഷൻ ഏത് ടൈമിലാണ് എപ്പോഴാണ് അവർ വരേണ്ടത്, പേഷ്യൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക അല്ലെ. അപ്പൊ അവർ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്ന ഷെഡ്യൂൾ ചിലപ്പോൾ നേരിട്ട് വന്നായിരിക്കും ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ് എന്ത് മുഖേന ബുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിട്ടല്ലാതെ എന്ത് മുഖേന ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോയിന്റ്മെന്റ്സ്? ടെലിഫോൺ വഴി അല്ലെ. ബൈ ടെലിഫോൺ വഴി നമുക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനും സാധിക്കുന്നു. ഓക്കെ, യെസ്, നോക്കാം എന്താണ് role of healthcare resource desk. Create the caller with positive approaching attitude. Caller എടുക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് അപ്രോച്ചിലൂടെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെ അവരുടെ എൻക്വയറീസിനെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ നമ്പേഴ്സും ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ ഡോക്ടേഴ്സിന്റെ മറ്റ് എംപ്ലോയീസിന്റെ ലിസ്റ്റ് അടങ്ങുന്ന അവരുടെ നമ്പേഴ്സ് അടങ്ങുന്ന ഒരു ലിസ്റ്റ് സൂക്ഷിക്കുക. പിന്നെ എന്താണ്, should never be haughty while receiving a call. ഒരു കോൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും അഹങ്കാരത്തിന്റെ ഒരു മുനയിൽ സംസാരിക്കാനായിട്ട് പാടില്ല. ഹോട്ടി മീൻസ് അഹങ്കാരം കേട്ടോ. ഒരു ഈഗോയിസ്റ്റൊന്നും സംസാരിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, optimizes patient satisfaction, provide our time and treatment room utilization by scheduling appointments in person or by telephone. നേരിട്ടോ ടെലിഫോണിലൂടെയോ എന്താണ് കൂടിക്കാഴ്ചക്ക് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, യെസ്, മനസ്സിലായോ? ദ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഓക്കെ, നിങ്ങള് പേര് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ്. നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഇങ്ങനെ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, യെസ്, നെക്സ്റ്റ് വരുന്നത് എന്താണ്, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ എന്തൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? എന്തൊക്കെ റോൾസ് ആണ്? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ, കസ്റ്റമേഴ്സിന് അസിസ്റ്റ് ചെയ്യുന്ന അവരുടെ ഫെസിലിറ്റീസ് എന്താണ് അതിനനുസരിച്ചിട്ട് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകള്, അവർക്ക് വേണ്ട എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അതെല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താ, handling corporate or walk-in queries. Handling corporate or walk-in queries. എന്താണ് handling corporate or walk-in queries എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്? കോപ്പറേറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം കോപ്പറേറ്റീവ് ആയിട്ട് തന്നെ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം ആ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മുടെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കുകളാണ്. ഓക്കെ, പേഷ്യൻസിന്റെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് ചെക്ക് സ്റ്റാഫുകളാണ്. ഓക്കെ, പിന്നെ കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക അല്ലെ. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. Dispatch of the report after health checkup. Dispatch of report after health checkup. എന്താണ്? അതായത് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ഉടനടി തന്നെ എന്താണ് റിപ്പോർട്ട് നൽകുക അല്ലെ. രോഗനിർണയയില് ചികിത്സ കഴിഞ്ഞതിന് ശേഷം, പരിശോധന ഡയഗ്നോസിസിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഓക്കെ,
ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് നൽകുക. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമേഴ്സ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻസ്, എന്തൊക്കെയാണ് അവരുടെ ആവശ്യകതകൾ, എന്തൊക്കെയാണ് അവർക്ക് ആവശ്യകതകൾ ചെയ്തു കൊടുക്കേണ്ടത്, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ആവശ്യകതകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, അവരോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക, അഥവാ അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, നല്ല സഹകരണ മനോഭാവത്തോടു കൂടിയായിരിക്കും അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. Then appointment and schedule health checkup. Then health checkupന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ്സ് കൃത്യമായിട്ട് ഷെഡ്യൂളിംഗ് ചെയ്യുക, മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പ് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് നൽകുക. ഇത്രയും ഡ്യൂട്ടീസ് ആണ് ഹെൽത്ത് ചെക്ക് ഡെസ്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയതൊന്ന് 4 ഒന്ന് വായിച്ചു നോക്കിയേ. 4 5 ഉണ്ടല്ലേ? ക്ലിയർ ആണോ? ക്ലാസ്സിൽ തീരെ കുട്ടികളില്ലല്ലോ. 33 പേരോ? രാവിലെ എത്ര ഉണ്ടായുള്ളൂ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ഇവിടെ എന്തൊക്കെ റോൾസ് ആണ് കൈകാര്യം ചെയ്യുന്നത്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കില് storage of reports received from various departments. Storage of reports received from various departments. Then providers report on the time to the client. Provides reports on to the time to the client. Then maintaining record of the report received and handover. Okay. Storage of reports received from various departments. വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റിപ്പോർട്ട്സുകൾ സ്റ്റോറേജ് വെക്കുന്നത് എവിടെയാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിലാണ് അല്ലെ? വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എല്ലാ പേഷ്യൻസിന്റെ റിപ്പോർട്ട്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് എവിടെയാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. ഓക്കെ, then provide report onto the client. Provides report onto the time to the client. എന്താണ്? Provides reports on the time to the client. പറഞ്ഞെന്താ? ആർക്കാണ് എത്രയും പെട്ടെന്ന് കൃത്യ ടൈമിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന? ആർക്കാണ്? ക്ലയന്റിന് അല്ലെ? കറക്റ്റ് ടൈമില് ഓൺ ദ ടൈമിൽ തന്നെ റിപ്പോർട്ട്സ് കൊടുക്കുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ, maintaining record of the report received and handover. Maintaining record of the reports received and handover. റിപ്പോർട്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്യും. എന്താണ് അത്? റിപ്പോർട്ട്സുകൾ റിസീവ് ചെയ്യും ഹാൻഡ് ഓവർ ചെയ്യുന്നതും ആരാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. എല്ലാ റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന, എല്ലാ റിപ്പോർട്ട്സും റിസീവ് ചെയ്യുന്നതും ഹാൻഡ് ഓവർ ചെയ്യുന്നതും റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ്? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. സെക്കൻഡ് വൺ, പ്രൊവൈഡ് റിപ്പോർട്ട് on the time to the client. Maintaining record of the reports received and handover. മനസ്സിലായോ? 3 പോയിന്റോ? ഓക്കെ, ഇനി ടൈമിംഗ് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക് 24 hours service. The staff work in 3 shifts. The front office provide patient care round the clock
എത്ര ഒരു ടൈമിലാണ് എത്ര മണിക്കൂറാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 24 hours ആണ് അല്ലെ? 24 hours സർവീസസ് ആണ് ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര ഷിഫ്റ്റ് വരുന്നുണ്ട്? സ്റ്റാഫ് വർക്കിംഗ് 3 ഷിഫ്റ്റ്സ് അല്ലെ? 3 ഷിഫ്റ്റ്സിലാണ് ഇവര് 24 hours വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുടെ ടൈം പീരീഡ് വരുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, front office provide patient care round the clock, 24 hours services and staff working 3 shifts. Okay. ഇവിടെ വരെ ഓക്കെ ആണോ? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അത് 3 മാർക്ക് പോയത് കേട്ടോ, പേരുകൾ അങ്ങോട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റുമായ തന്നെയാണ്. ഫ്രണ്ട് ഓഫീസുകൾ പറയുന്ന 2 പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പെർഫോമൻസ് ആണ് ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ മറ്റു പേരുകൾ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, a hospital front office executive is a person who works in the hospital front office and manage various tasks. അപ്പൊ എന്താണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? ഒരു പേഴ്സൺ ആണ് അല്ലെ? A person who works in the hospital front office and manage various tasks. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന വേരിയസ് ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഒരു ഹോസ്പിറ്റലിന്റെ വേരിയസ് ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന പേഴ്സൺ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഒരു ഡ്യൂട്ടി മാത്രമാണോ മാനേജ് ചെയ്യുന്നത്? വേരിയസ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷീ ഓർ ഹി കേട്ടോ, അവളോ അവനോ ആര് വേണമെങ്കിലും ആവാം. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. എന്താ പറയുന്നത്? He or she is responsible for basic clerical tasks. ഇനി ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സുകൾ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റുകൾക്ക് എന്താണ് ബേസിക് ക്ലറിക്കൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ബേസിക് ക്ലറിക്കൽ ടാസ്കുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ആൻസറിങ് ഫോൺസ് അല്ലെ? വരുന്ന കോൾസുകൾക്ക് ആൻസർ കൊടുക്കുക. പിന്നെ എന്താണ്? ഗ്രീറ്റിംഗ് ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും എന്താണ്? ഗ്രീറ്റ് ചെയ്യുക. ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സിനെ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. എങ്ങനെയായിരിക്കണം? ഒരു ടൈംലി മാനർ, വളരെ പ്രൊഫഷണൽ ആയിട്ട് ടൈംലി മാനറിലായിരിക്കും നമ്മൾ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്ന ക്ലറിക്കൽ ടാസ്കുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. ഏതൊക്കെയാണ്? ആൻസറിങ് ഫോൺസ്, greeting patients and visitors, scheduling appointments in a professional and timely manner. Okay, ഇത് ടൈമിൽ തന്നെ എന്താണ്? അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകളെ ടൈംലി മാനറിൽ തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ക്ലറിക്കൽ ടാസ്കുകൾ കൂടി, ബേസിക് ക്ലറിക്കൽ ടാസ്കുകൾ കൂടി ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ അവിടെ വരെ? പിള്ളേരെ മനസ്സിലായോ? Yes. Okay. Next sentence. Most medical receptionists work in physician's office, dentist office, hospital or another medical facility. Most medical receptionists work in a physician's office. ഇപ്പൊ മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകള് മോസ്റ്റ്ലി എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എവിടെയൊക്കെയാണ്? ഒന്ന് ഫിസിഷ്യൻസ് ഓഫീസില്, ഡെന്റിസ്റ്റ് ഓഫീസില്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓർ അനദർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഈ 3 രീതിയിലായിരിക്കും അവരുടെ മോസ്റ്റ്ലി അവർ വർക്ക് ചെയ്യുന്ന പ്ലേസസ് എന്ന് പറയുന്നത്. ഒന്ന് ഫിസിഷ്യൻ ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ അനദർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഇത് എവിടെയെങ്കിലും ഇവിടെ ഈ 3 പ്ലേസസിലായിരിക്കും പ്രധാനമായിട്ടും മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Most medical receptionists work in a physician's office, dentist office, hospital or another medical facility. നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമാണോ ഫ്രണ്ട് ഓഫീസുകൾ കാണുന്നത്?
അല്ലല്ലോ, അല്ലേ? ഹോസ്പിറ്റലിൽ മാത്രമാണോ ഫ്രണ്ട് ഓഫീസിൽ കാണുന്നത്? അല്ല. അനന്തർ മെഡിക്കൽ ഫെസിലിറ്റീസിൽ മാത്രമല്ല, അല്ലാതെയും എന്താണ് ഏതൊരു ഓർഗനൈസേഷനോ കമ്പനീസ് എടുത്താലും എന്താണ് അവിടെ എല്ലാവർക്കും എന്തുണ്ടാവും? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾ ഉണ്ടാവും, അല്ലേ? ഓക്കെ, യെസ്. ഇൻ സ്മോളർ ഓഫീസ്, ഇനി മറ്റു ഓഫീസുകളുടെ കാര്യം പറയാൻ കേട്ടോ. ഇൻ സ്മോളർ ഓഫീസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ഇനി ചെറിയ ഓഫീസുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾക്ക് അവിടെയും ഡ്യൂട്ടീസ് വരുന്നുണ്ട്. എന്തിലൊക്കെ വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവിലും ക്ലിനിക്കൽ ഡ്യൂട്ടീസും അവർക്ക് അവിടെ വരുന്ന കാര്യങ്ങളാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? സ്മോളർ ഓഫീസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. അപ്പൊ സ്മോളർ ഓഫീസിൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും വരുന്നുണ്ട്, ക്ലിനിക്കൽ ഡ്യൂട്ടീസിലും അവർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണോ ബ്രദർ? ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. ഈ ഭാഗം വെച്ച് കംപ്ലീറ്റഡ് ആയിട്ട്. ഇനി ഇൻ ലാർജ് ഓഫീസ്, ഇപ്പൊ നമ്മൾ സ്മോളർ ഓഫീസിൽ പറഞ്ഞ എന്താണ്? അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ക്ലിനിക്കൽ ഡ്യൂട്ടീസിലും കൂടി അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ലാർജ് ഓഫീസിലാണെങ്കിലോ, large offices they may only be responsible for administrative or clerical duties. അവിടെ എന്തൊക്കെയാണ് അവർക്ക്? അഡ്മിനിസ്ട്രേറ്റീവും ക്ലറിക്കൽ ഡ്യൂട്ടീസും കൂടിയാണ് അവർക്ക് അവിടെ വരുന്നത് ലാർജ് ഓഫീസില്. സ്മോളർ ഓഫീസില് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് മാത്രം. ലാർജസ്റ്റ് ഓഫീസിൽ എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്, അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിലായിരിക്കും അവരെ റെസ്പോൺസിബിൾ ആയിരിക്കുക. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇനി the position is referred to as a medical office assistant. അപ്പൊ ഇവർക്ക് പല പേരുകളും നമ്മൾക്ക് ഇവിടെ പറയാൻ സാധിക്കും. പല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം, റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്ന് പറയാം. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് നമ്മൾ അറിയുന്ന മറ്റു പേരുകളാണ്. ഇവിടെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? referred to as medical office assistant, medical assistant, receptionist or health administrative profession. Okay. Yes. Okay. In a hospital, front office executive is a person who works in the hospital front office and manage various tasks. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ എല്ലാ വേരിയസ് ആയിട്ടുള്ള ടാസ്കുകൾ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പേഴ്സൺ ആണ്. അത് ഹി ഓർ ഷീ ആവാം, അല്ലെ? അവരെന്തൊക്കെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ബേസിക് ക്ലറിക്കൽ ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ബേസിക് ക്ലറിക്കൽ ടാസ്കുകൾ എന്ന് പറയുന്നത്? ആൻസറിംഗ് ഫോൺസ്, ട്രീറ്റിംഗ് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ എ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. ഇനി ഇവർ എവിടേക്കാണ് വർക്ക് ചെയ്യുന്നത്? പ്രധാനമായിട്ടും മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ ഫിസിഷ്യൻസ് ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അനദർ മെഡിക്കൽ ഫെസിലിറ്റി. ഓക്കെ, ദെൻ ഇൻ സ്മോളർ ഓഫീസിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് അവർ കൈകാര്യം ചെയ്യുന്നു. ലാർജർ ഓഫീസസിൽ ഓൺലി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. ഇവരുടെ പൊസിഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? medical office assistant, medical assistant, receptionist or health administrative profession. Okay. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ വായിച്ചു നോക്കിയോട്ടോ. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് നോക്കാം മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ആരുടെയാണ്? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ
മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ചുണ്ട് കേട്ടോ, അത്യാവശ്യം ഒരുപാട് പഠിക്കാനുണ്ടത്. അതെ അതെ, ലാസ്റ്റ് പറഞ്ഞത് ഇവിടെ പൊസിഷൻ ഉദ്ദേശിക്കുന്ന അവർ മറ്റ് ഓഫീസിൽ അവർ അറിയപ്പെടുന്നത് ഇപ്പൊ മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയും, റിസപ്ഷനിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്ന രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നത് കേട്ടോ. പേരുകളൊന്നും ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായില്ലേ അത് പറഞ്ഞത്? ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. ആ ഓക്കെ, ഇനി മെയിൻ ജോബ് മനസ്സിലായില്ലെന്നാണ് കേട്ടോ. ഓക്കെ കേട്ടോ, നമുക്കിനി ജോബ് ഡ്യൂട്ടീസ് നോക്കാം. ഫസ്റ്റ് എന്താ വരുന്നത്? വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. Welcome and greet all patients and visitors personally or over the phone. വരുന്ന പേഷ്യൻസിന് ആരാണ് വെൽക്കം ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്? രണ്ട് ഓഫീസുകളാണ് വെൽക്കം ചെയ്യുന്നത് അല്ലെ? വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ്, വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഓവർ ദ ഫോൺ എന്ന് പറയുമ്പോൾ എന്താ? പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓവർ ദ ഫോൺ എന്ന രീതിയിൽ ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടും വെൽക്കം ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസുകളാണ് നേരിട്ട്, അല്ലെങ്കിൽ നേരിട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിലൊരു വാം വെൽക്കം ആയിരിക്കും അവർ തരുന്നത്, അല്ലാതെ ഫോണിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, യെസ്, അത് അവരുടെ മെയിൻ ഡ്യൂട്ടിയാണ്, ഫസ്റ്റ് ഡ്യൂട്ടിയാണ് അത് അല്ലെ, അവർ കൈകാര്യം ചെയ്യുന്ന ഫസ്റ്റ് ഡ്യൂട്ടി എന്നതാണ്. Then the receptionist, even if you cannot verbally greet the patient, get in eye contact with them, lets them know you are aware of their presence and will get to them as soon as possible. ശ്രദ്ധിക്കുക, the receptionist, even if you cannot verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഇനി മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇവർക്ക് ഇപ്പൊ വരുന്ന സമയത്ത് ചിലപ്പോ വെർബലി ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നേരിട്ട് ഇപ്പൊ വരൂ സർ വന്നിരിക്കുമെന്ന് പറയാനുള്ള ഒരു സമയം ചിലപ്പോ എന്തെങ്കിലും പേഷ്യൻസിന്റെ ഓവർഫ്ലോ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകൾ മൂലം ചിലപ്പോ നേരിട്ട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ അവിടെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഒരു പേഷ്യൻസ് വന്നിട്ടുണ്ട്, നമുക്കൊരു ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റും അല്ലെ, നിങ്ങളൊന്ന് ഇരിക്കൂട്ടോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂട്ടോ എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കടക്കാൻ, നമ്മുടെ ബോഡി പോസ്ചർ ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ. ഒന്ന് ഇരിക്കൂട്ടോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിപ്പോ എങ്ങനെ കാണിച്ചൊക്കെ ടീച്ചർ ഒന്ന് ഇരിക്കട്ടോ, അത് നമ്മള് ജസ്റ്റ് ഒന്ന് ഫേസ് വെച്ചിട്ട് കാണിക്കും അല്ലെ. യെസ്, അപ്പൊ പേഷ്യൻസിന് എന്ത് മനസ്സിലാവും? നമ്മളുടെ പ്രസൻസ് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും? പേഷ്യൻസിന് മനസ്സിലാവും. ഓക്കെ, എത്രയും നേരത്തെ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളത് എത്രയും പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ വെർബലി കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്? നമുക്കൊരു ഐ കോണ്ടാക്ട് കണ്ടുകൊണ്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ അവിടെ എത്താനായിട്ട് സാധിക്കും. അത്തരത്തിലും ഒരു ഡ്യൂട്ടി ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ടീവ്സുകൾ, ഫ്രണ്ട് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പലർക്കും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. Yes. Respond to inquiries by patients, prospective patient and visitors in a courteous manner. Respond to inquiries by patients, prospective patient and visitors in a courteous manner. Respond to inquiries എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻക്വയറീസ് എന്തൊക്കെയാണ്? പേഷ്യൻസിന് എൻക്വയറീസിന് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. പോസിറ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സിന് വരാനിരിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, ഇവരോടൊക്കെ എങ്ങനെയായിരിക്കണം നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്? അവരുടെ ആവശ്യകതകളോട് എത്രയും പെട്ടെന്ന് എൻക്വയറീസ് എന്തൊക്കെയാണ് അതിന് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. പിന്നെ എങ്ങനെയായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത്? കോർച്ചസ് മാനറിലാണ്, വളരെ മര്യാദ കൂടിയിട്ടായിരിക്കണം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മെയിൻ ജോബ് ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, റെസ്പോണ്ട് ടു ഇൻക്വയറീസ് ബൈ പേഷ്യന്റ്, prospective patients and visitors in a courteous manner. Okay. Then fourth one,
Register new patients according to established protocols. Register new patients according to established protocols. എന്താ പറയുന്നത്? Register new patients according to established protocols. New patients in the registers നമ്മൾ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്? പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും അല്ലെ? ന്യൂ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ന്യൂ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. തന്നിരിക്കുന്ന പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ന്യൂ പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. ആരാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളാണ്. Okay. Then register new patients and update existing patient demographics by collecting detailed patient information that includes personal and financial information. Register new patients and update existing patient demographics. New patients in other new patients in register ചെയ്യാൻ update existing patients demographic. Existing patient എന്ന് പറഞ്ഞാൽ എന്താ? Existing patient നമ്മള് ന്യൂ പേഷ്യൻസിന്റെ അപ്ഡേറ്റും ചെയ്യണം, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക്. എക്സിസ്റ്റിംഗ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന നിലവിലുള്ള പേഷ്യൻസിന്റെ വേണം. എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് എണ്ണമാണ് കേട്ടോ. എണ്ണത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഡിസ്ചാർജ് പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. ഓക്കെ, അവരുടെയൊക്കെ എന്താണ്? അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ് പേഷ്യന്റ് ഇൻഫോർമേഷൻസ്, അതായത് പേഴ്സണൽ ഡാറ്റാസ്, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണ്? അപ്ഡേറ്റ് ചെയ്യണം അല്ലെ? ന്യൂ രജിസ്റ്റർ ആയിട്ടുള്ള പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പേഷ്യൻസിന്റെയും എണ്ണവും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണ്? കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളുടെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? Okay. Yes. Then assist patients to complete all necessary forms and documentation, including medical insurance. Assist patients to complete all necessary forms and documentation, including medical insurance. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവർ പറയും നമ്മളോട് ഒരു ഫോം ഫില്ല് ചെയ്ത് തരാൻ പറയും അല്ലെ? അഡ്മിഷൻ എടുക്കുന്ന ടൈമിലൊക്കെ. അപ്പൊ നമുക്കത് ചെയ്യാൻ ചിലപ്പോൾ അറിയില്ല എന്ന് പറയും. പക്ഷെ അപ്പൊ അതാരാണ് ഹെൽപ്പ് ചെയ്ത് തരുന്നത്? നമ്മൾ അവരോട് പോയി ചോദിക്കുമ്പോൾ അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ? എവിടെയൊക്കെ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ എല്ലാ ഫോംസും ഡോക്യുമെന്റേഷൻസും ഒക്കെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ഫോംസുകളൊക്കെ നമ്മൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്ത് തരുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസറുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, assist patients to complete all necessary forms and documentation, including medical insurance. Okay, yes. അടുത്തത് ensure patients to complete all necessary forms and documentation, including അത് തന്നെയാണോ? ഓക്കെ, സോറി, സെക്കൻഡ് വൺ കുറച്ച് റിലേറ്റഡ് ആണ് അത് കേട്ടോ. ഡ്യൂട്ടി റിലേറ്റഡ് ആണ്. നോക്കി, ensure patients to complete all necessary forms and documentation, including medical insurance. ഇപ്പൊ നമ്മൾ ആദ്യം കൊടുത്ത ഫോംസുകൾ അവര് നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുത്തു, എവിടേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു, ഏതൊക്കെ ഫോം ഫില്ല് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു അല്ലെ? ഇനി നമ്മൾ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെല്ലാ ഫോംസും, അതായത് പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഫോംസും അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ? അത് ആ ഫോം കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസുകളാണ്. ഓക്കെ, തന്നിരിക്കുന്ന ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് ഒരു കൃത്യമായിട്ട് ചോദിച്ചാൽ അത് ഫില്ല് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ അല്ലെ? ഓക്കെ, അടുത്തത് എന്താണ്? ensure patients information is accurate, including billing information. Ensure patient information is accurate, including billing information. എന്താ പറയുന്നത്? Ensure patient information is billing informationുമായി ബന്ധപ്പെട്ട് എന്താണ്?
എന്താണ് സൂചിപ്പിക്കുന്നത്? ensure patient information is accurate including billing informations. പേഷ്യൻസ് ഇൻഫർമേഷൻസിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട എന്താണ്? ബില്ലിംഗ് ഇൻഫർമേഷൻസ് അല്ലെ? അതായത് പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അല്ലെ? കൃത്യമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. പേയ്മെന്റ് വിത്ത് ബില്ലിംഗ്. യെസ്, വെരി ഗുഡ്. പേയ്മെന്റ് വിത്ത് ബില്ലിംഗ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് അല്ലെ? ഓക്കെ, അവിടെ യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്കുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല. അപ്പൊ അത് കൃത്യമായിട്ട് കൺഫേംഡ് ആയിരിക്കണം, അതിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പേഷ്യന്റ് ഇൻഫർമേഷൻസ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം. അവിടെ യാതൊരു മിസ്റ്റേക്കും വരാനായിട്ട് പാടില്ല. എന്ത് ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ അവർ ടൈപ്പ് ചെയ്യുന്നതെങ്കിലും അതെല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെന്താ? ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. പേഷ്യൻസിന് എന്താണ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സും പോളിസീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ? എന്തൊക്കെ വിവരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് ഇൻഫോം ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസേഴ്സ് എന്നാണ്. Inform patients of medical office procedures and policies. മെഡിക്കൽ ഓഫീസിലെ പ്രൊസീജിയേഴ്സും പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഇൻഫർമേഷൻസ് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസറുടെ ഡ്യൂട്ടിയിലാണ്. അടുത്തത് മെയിൻറ്റെയിൻ ആൻഡ് മാനേജിങ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസറുകളാണ്. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. Then move patients through appointments as scheduled. Move patients through appointments as scheduled. എന്താണ്? ഷെഡ്യൂൾ ചെയ്ത പ്രകാരം രോഗികൾ എന്ത് ചെയ്യണം? നമ്മള് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം രോഗികൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്യിക്കണം അല്ലെ? ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ ആയിരിക്കണം അപ്പോയിന്റ്മെന്റ്സ് നടത്തേണ്ടത് അല്ലെ? ഇപ്പൊ കൃത്യമായിട്ട് നമ്പർ ടോക്കൺസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കണം. അപ്പൊ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മള് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത്. അല്ലെങ്കിൽ പേഷ്യൻസിന് മൂവ് ചെയ്ത് ഓരോരുത്തർ കഴിഞ്ഞെടുത്ത ആള് കൃത്യമായിട്ടൊരു ഒരാൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഒന്നും കൊടുക്കാതെ എന്താണ് ആ ഒരു ഓർഡർ പ്രോപ്പർ ചാനലിൽ തന്നെ ആയിരിക്കണം പേഷ്യൻസിനെ നമ്മള് ഡോക്ടേഴ്സിന്റെ അകത്തേക്ക് കഴിച്ചു വിടേണ്ടത്. ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി അവിടെ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതായത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരമായിരിക്കണം രോഗികളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഹലോ, ഇനി facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and clinical staff. Facilitate patient flow. എന്താണ്? ഓവർഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാം. ഫ്രണ്ട് ഓഫീസിന്റെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഓവർഫ്ലോ. പേഷ്യന്റിന്റെ തിരക്ക് കൂടുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടില്ലേ? പേഷ്യൻസ് അറിവിൽ കൂടിക്കഴിഞ്ഞാല്. ഇനി be aware of delays and communicate with patients and clinical staff. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡിലേസുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അത് മറ്റു ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ട് നമ്മളത് ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓവർഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പേഷ്യൻസിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഡിലേ എന്താണ്, ഡിലേ വരാനുള്ള കാരണം എന്താണെന്ന് കുറിച്ചിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മറ്റ് പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുകളും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വ്യക്തമായിട്ടൊരു അവയർനെസ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഡിലേ വന്നത് എന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അത് അറിയാൻ സാധിക്കൂ. ഓക്കെ, മനസ്സിലായത്? Facilitate patient flow by notifying the provider the patient's arrival and being aware of delays and communicating with patients and the clinical staff. Then next, answer incoming calls and deal with inquiries. Answer the phone while maintaining polite, consistent phone number using proper telephone etiquette. Answer incoming calls and deal with inquiries. നമ്മൾ വരുന്ന ഇൻകമിംഗ് കോൾസുകൾ നല്ല രീതിയിൽ സ്വീകരിക്കുക അല്ലെ? ഒരു പോസിറ്റീവ് അപ്രോച്ച് കൂടിയായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? ആൻസർ ദ ഫോൺ വൈൽ മെയിൻറ്റെയിൻ പൊളൈറ്റ്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഇൻകമിംഗ് കോൾ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചങ്ങോട്ട് എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത്? വളരെ പൊളൈറ്റ് ആയിട്ട് വേണം സംസാരിക്കേണ്ടത്. ഓക്കെ, യെസ്. Then consistent phone number using proper telephone etiquette. ഇനി എല്ലാ ടെലിഫോൺ മര്യാദകളും അനുസരിച്ചിട്ട് വേണം. നമ്മളത് ലാസ്റ്റ് ഭാഗത്ത് പഠിക്കും. ടെലിഫോൺ എറ്റിക്യൂട്ട്സ് എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ട് കേട്ടോ.
ഫോൺ വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ടൊരു കോള് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മര്യാദകൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇൻകമിംഗ് കോളുകളോട് സംസാരിക്കാനായിട്ട്. വളരെ പൊളൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫ്രണ്ട് ഓഫീസർക്ക് കഴിയണം. ഓക്കെ, ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. എന്താണ് ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ് എന്ന് പറയുന്നത്? ആവശ്യാനുസരണം കോളുകൾ കൈമാറുക. എങ്ങോട്ടാണ് കൈമാറേണ്ടത് കോളുകള്? ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അല്ലെ? ആവശ്യാനുസരണം വേറെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ കോൾ. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലായിരിക്കും വരുന്നത്, അവരാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്കത് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഫ്രണ്ട് ഓഫീസുകളാണ്. ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം കോളുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുക. അടുത്ത എന്താണ്? കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. എന്താണ്? പേയ്മെന്റ്സുകൾ കളക്ട് ചെയ്യുക അല്ലെ? പേയ്മെന്റ്സുകൾ കളക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. Then report statistics are required. Report statistics are required. ആവശ്യാനുസരണം സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ടുകൾ സ്വീകരിക്കുക അല്ലെ? സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിറ്റിംഗിന്റെ പർപ്പസിനൊക്കെ ആയിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട്സ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ? അപ്പൊ റിപ്പോർട്ട്സുകൾ കൃത്യമായിട്ട് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്സുകൾ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ഈ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാനിങ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സിലൊക്കെ എന്താണ് ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ടെസ്റ്റിനും അഡ്മിഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ്സിൽ ഉണ്ടായിരിക്കും. അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് ഓഫീസാണ്. ഓക്കെ, പറഞ്ഞു പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പിന്നെന്താണ്? യെസ്, obtain external medical reports are required by medical professionals. Obtain external medical reports are required by medical professionals. എന്താ പറയുന്നത്? മെഡിക്കൽ പ്രൊഫഷണൽസുകൾ റിപ്പോർട്ട്സുകൾ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ആവശ്യപ്പെടുകയല്ല. ആര്? മെഡിക്കൽ പ്രൊഫഷണൽസ്. നമ്മൾ പറയുന്ന ആരാണ് മെഡിക്കൽ പ്രൊഫഷണൽസ്? ആരാണ് മെഡിക്കൽ പ്രൊഫഷണൽസ്? ആരാണ് പിള്ളേരെ? ഡോക്ടേഴ്സ് അല്ലെ? അവര് ചില റിപ്പോർട്ട്സുകൾ ആവശ്യപ്പെടും. എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ പേഷ്യന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യാനുസരണം അവർക്ക് ആ റിപ്പോർട്ട്സുകൾ കൊടുക്കുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. Obtain external medical reports as required by medical professionals. പിന്നെ respond and complete to request for information. Respond and complete to request for information. എന്താ പറയുന്നത്? Respond and complete to request for information. Complete to request for information എന്താണ്? Respond and complete to request for information. എന്താ പറയുന്നത്? ഇൻഫോർമേഷൻ റെസ്പോണ്ട് ചെയ്യണം എന്നാണോ? ആണോ? റിക്വസ്റ്റുകൾ ഉണ്ടാവും അല്ലെ? അതായത് എന്താണ്? വിവരങ്ങൾക്കായിട്ടുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടി നൽകുകയും എന്താണ് ഇൻഫർമേഷന് വേണ്ടി വരുന്ന റിക്വസ്റ്റുകളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്വസ്റ്റുകളുണ്ട്. അതിനൊക്കെ എന്താണ് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, പേഷ്യൻസിന്റെ റിക്വസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് കൈമാറണം. ഓക്കെ, റിക്വസ്റ്റ്സ് വരാനുണ്ട് അല്ലെ? യെസ്, റിക്വസ്റ്റുകൾക്ക് പരിഹാരം കാണുന്നത് ഫ്രണ്ട് ഓഫീസുകളാണ്. പിന്നെന്താണ്? ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താണ്? ഡീൽ വിത്ത് വരുന്നതും പോകുന്നതുമായിട്ടുള്ള പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. ഇവിടെ ടെലിഫോണിൽ മാത്രമല്ല വേറെ എന്തും നടക്കുന്നുണ്ട്, വേറൊരു ഇൻഫർമേഷൻസും അവിടെ നടക്കുന്നുണ്ട്. ഏതാണ്?
പോസ്റ്റ് എന്താണ്? പോസ്റ്റൽ ലെറ്റേഴ്സ് വരെ വരുന്നുണ്ട് അവിടെ അല്ലെ. ഹോസ്പിറ്റലിലെ പോസ്റ്റൽ ലെറ്റേഴ്സും വരെ വരുന്നുണ്ട്. അതും കൈകാര്യം ചെയ്യുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫീസറുകളാണ്. ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. നമുക്കിപ്പോ ഹോസ്പിറ്റലിലേക്കും പോസ്റ്റൽ ലെറ്റേഴ്സ് വരാം. ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എന്താണ് മറ്റ് ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പോസ്റ്റലുകൾ അയക്കുന്നുണ്ട് അല്ലെ. അതും ഡീൽ ചെയ്യുന്നതും ആരാണ്? മനസ്സിലായില്ലേ? പോസ്റ്റൽ ലെറ്റേഴ്സ് അറിയില്ലേ? ക്ലിയർ? ആ ഓക്കെ. അത് ഡീൽ ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസറുകളാണ്. പിന്നെന്താണ്? കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. എന്താണ്? മറ്റ് ക്ലറിക്കൽ ചുമതലകളും പൂർത്തിയാക്കുന്നതും ആരാണ്? ക്ലറിക്കൽ ഡ്യൂട്ടീസ്. മറ്റ് ക്ലറിക്കൽ ഡ്യൂട്ടീസും കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പഠിച്ചു അല്ലെ. ക്ലറിക്കൽ ഡ്യൂട്ടീസ് അവർ കൈകാര്യം ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ക്ലറിക്കൽ ഡ്യൂട്ടീസിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ആൻസറിംഗ് ഫോൺസ്, ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഷെഡ്യൂൾഡ് അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞില്ലേ? ഓക്കെ. പത്രത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസുകളാണ്. ഓക്കെ. പിന്നെന്താണ് ഉള്ളത്? മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. ഇനി മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതായത് സ്റ്റോക്കുകൾ, ഹോസ്പിറ്റൽ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടത്, ഈ മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്, മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട സപ്ലൈസുകൾ എത്രത്തോളം സ്റ്റോക്കുകൾ ഉണ്ട്, എത്രത്തോളം ഇനി ഇൻവെന്ററീസിൽ ആവശ്യമായിട്ട്. ഇൻവെന്ററി അറിയാമോ നമുക്ക്? ഇൻവെന്ററി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഹോസ്പിറ്റൽ സപ്ലൈസും മെഡിക്കൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട വിവര പട്ടികകൾ അല്ലെ. എന്തൊക്കെ ആവശ്യങ്ങളാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോക്കിന്റെ ആ ഒരു ഇൻവെന്ററീസ് അല്ലെ. ഗുഡ്സ് ഇൻ സ്റ്റോക്ക്, അതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യുന്നതും ഇനി വരുന്ന ആവശ്യാനുസരണം പ്ലേസിംഗ് ഓർഡേഴ്സ് അല്ലെ, ഇവിടെ ഓർഡർ ചെയ്യണം. ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്, മാത്രമല്ല ഹോസ്പിറ്റലിലെ ഓഫീസ് എക്യുപ്മെന്റ്സുകൾ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി, മോണിറ്റർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡ്യൂട്ടി ആരുടേതാണ്? ഫ്രണ്ട് ഓഫീസിന്റേതാണ്. സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യുക, മെഡിക്കൽ സപ്ലൈസ് ആഡിക്വേറ്റ് ആയിട്ടാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്പെർട്ട് ആവശ്യാനുസരണം ഇൻവെന്ററിയിൽ അത് കൃത്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്ലേസിംഗ് ഓർഡേഴ്സ് പിന്നെ ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെയും ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസുകളാണ്. ഓക്കെ. യെസ്, മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? അതായത് എല്ലാ ഓഫീസ് ഉപകരണങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ പരിപാലിക്കുന്നതിന്റെ ഡ്യൂട്ടീസ് അവരാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. യെസ്. മെഡിക്കൽ ഉപകരണങ്ങൾ മതിയായ അളവിൽ സൂക്ഷിക്കുന്ന ഡ്യൂട്ടിയും അവരാണ്. Then ensure that reception area is well maintained and neat and clean. Ensure that reception area is well maintained, neat and clean. അവരുടെ റിസപ്ഷൻ ഏരിയ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടുമാണ് പോകുന്നതെന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. ഓക്കെ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഫ്രണ്ട് ഓഫീസിന്റെ ഒക്കെ ആ ഏരിയ വളരെ ക്ലീൻ ആയിരിക്കും, നല്ല ക്ലീൻനെസ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും. വളരെ അടുക്കും ചിട്ടയോടുകൂടി ആയിട്ടായിരിക്കും അവിടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. പിന്നെ safeguard patient privacy and confidentiality, protect patient confidentiality, making sure that protect health information is secured by not leaving PHI in plain sight and logging off the computer before leaving it unattended. ഇനി safeguard patient privacy, confidentiality, അതായത് അവരുടെ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് വളരെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ വളരെ സെക്യൂർഡ് ആയിട്ട് വെക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളാണ്. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ എന്ന സിസ്റ്റത്തിലാണ് നമ്മുടെ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെ. പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും സേവ് ചെയ്ത് വെക്കുന്നു. By not leaving PHI, PHI എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷന്റെ ഷോർട്ട് ഫോം ആണ് PHI കേട്ടോ. അണ്ടർലൈൻ ചെയ്യണേ, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു സിസ്റ്റം ആണ്. ഓക്കെ. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുമോ? PHI പ്ലെയിൻ സൈറ്റ്, പ്ലെയിൻ സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വിസിബിൾ ആവില്ല, എല്ലാവർക്കും ഇത് വിസിബിൾ ആവില്ല.
എല്ലാവർക്കും വിസിബിൾ ആയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓഫ് ദ കമ്പ്യൂട്ടർ, ലോഗിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. അപ്പൊ എന്താണ്, ആർക്കൊക്കെ ആവശ്യാനുസരണം ആർക്കൊക്കെയാണ് പ്രത്യേകിച്ച് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസർക്ക് മാത്രമായിരിക്കുള്ളൂ PHI ഓപ്പൺ ചെയ്തിട്ട് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് അത് ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയതുകൊണ്ടാണ് അല്ലെ. പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണുള്ളത്. ഇതെല്ലാം തന്നെ ഇതിന്റെ അകത്തേക്ക് സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ PHI ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? PHI ഹാൻഡിൽ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് കഴിഞ്ഞിട്ടോ നോക്കാം. പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് പേഷ്യൻസിന്റെ പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റിയും അല്ലെ ഇൻഫർമേഷൻ സെക്യൂർ ചെയ്ത് വെക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ആണ്. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്ക് ഷുവർ ദാറ്റ് പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർ. അതായത് പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻസിൽ ആയിരിക്കുള്ളൂ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നത്. അത് ബൈ നോട്ട് ലീവിംഗ് PHI ഇൻ പ്ലെയിൻ സൈറ്റ്. അതായത് പ്ലെയിൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രയും പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവുന്നില്ല. അതായത് ലോഗിൻ ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കില്ല. ആർക്ക് മാത്രമാണ് അത് പറ്റുന്നത്? ഒന്നല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിനോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് മാത്രമായിരിക്കും അത് ആ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്തിട്ട് PHIയുടെ സോഫ്റ്റ്വെയർ നോക്കിയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് അവിടെ പ്ലെയിൻ സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. PHI പ്ലെയിൻ സൈറ്റ് ആൻഡ് ലോഗിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. അതായത് എല്ലാവർക്കും ഇത് വിസിബിൾ ആവില്ല, ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇത് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് കുറച്ചുകൂടി ഉള്ളൂ ടീച്ചർ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുക്കുന്നത് സ്പില്ലേജ് വേസ്റ്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ് PHI മീൻസ് ഇത് നല്ല അടിയുള്ളൂ. ഇപ്പൊ പറഞ്ഞ എന്താ ടീച്ചർ? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷന്റെ ഷോർട്ട് ഫോം ആണ് PHI കേട്ടോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ഇപ്പോ? മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് അല്ലെ. എന്തൊക്കെയാണ്? വെൽക്കം ചെയ്യുക, പിന്നെ എന്താണ്, വെർബലി അവരെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുമായിട്ടുള്ള ഐ കോണ്ടാക്ട് നിലനിർത്തുക, പിന്നെ എന്താണ്, എൻക്വയറീസിന് പേഷ്യൻസിന് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ വരാനിരിക്കുന്ന പേഷ്യൻസിന് വിസിറ്റൻസിനും നല്ല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക, നല്ലൊരു മര്യാദയോടുകൂടി അവരോട് ബിഹേവ് ചെയ്യുക. പിന്നെ എന്താണ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ് പ്രോട്ടോകോൾസ് അല്ലെ. പ്രോട്ടോകോൾസ് ന്യൂ പേഷ്യൻസിന് അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾസ് അനുസരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം രജിസ്ട്രേഷൻസ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, പിന്നെന്താ, register new patients and update existing patient demographics. New patientsന്റെ അതായത് നിലവിലുള്ള പേഷ്യൻസിന്റെയും പോയ പേഷ്യൻസിന്റെയൊക്കെ എന്താണ് ഡീറ്റെയിൽസ്, അതായത് പേഷ്യന്റ് ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഡാറ്റാസ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, അത് കളക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ എന്താ, അവർക്ക് എല്ലാ തരത്തിലുള്ള ഫോംസുകളും ഡോക്യുമെന്റേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുക. അവരെല്ലാ ഫോംസുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഫോംസുകളൊക്കെ. പിന്നെ എന്താണ്, ബില്ലിംഗ് ഇൻഫർമേഷൻസ്, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട ബില്ലിംഗ് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, ഇൻഫോം പേഷ്യൻസ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ്. പേഷ്യൻസിനോട് ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സിനെ പോളിസീസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുക. പിന്നെ അവരുടെ റെക്കോർഡ്സുകൾ മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. Then move patient through appointment as schedule. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്യുക. പിന്നെ പേഷ്യൻസിന് ഓവർഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് ഡിലേയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരോട് കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇൻകമിംഗ് കോൾസുകൾ അറ്റൻഡ് ചെയ്യുക വളരെ പൊളൈറ്റ് ആയിട്ടും, പിന്നെ എന്താണ്, ടെലിഫോൺ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കോഴ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുക, ആവശ്യാനുസരണം ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ പേയ്മെന്റ്സ് കളക്ട് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സുകൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻസ്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്.
പേഷ്യൻസുമായി ബന്ധപ്പെടുന്ന അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻ തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവരുടെ എക്സ്റ്റേണൽ മെഡിക്കൽ കോഴ്സുകൾ എന്താണ് പ്രൊഫഷണൽസുകൾക്ക് അവർ ആവശ്യാനുസരണം ചോദിക്കുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കുക. പിന്നെന്താ, റെസ്പോണ്ട് ആൻഡ് കംപ്ലൈന്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ റിക്വസ്റ്റുകൾക്ക് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ദെൻ ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് പോസ്റ്റസ്, അതായത് ലെറ്റേഴ്സ്, പോസ്റ്റ് ലെറ്റേഴ്സുകൾ ഡീൽ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസുകളാണ്. പിന്നെ അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസുകൾ അസൈൻ ചെയ്യുന്നു. സ്റ്റോക്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സപ്ലൈസ് അല്ലെങ്കിൽ എന്താണ് ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നതും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസുകളാണ്. പിന്നെന്താ, റിസപ്ഷൻ ഏരിയാസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീനസ് ആയിട്ട് കൊണ്ടുപോകുന്നതും ഫ്രണ്ട് ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നു. പിന്നെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് വളരെയധികം സെക്യൂർ ആയിട്ട് PHI അഥവാ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻസിൽ വളരെയധികം പ്രൈവസി അവര് വളരെയധികം സേഫ് ആയിട്ട് തന്നെ അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കുന്നത് മറ്റാർക്കും തന്നെ ലോഗിൻ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ആവശ്യമുള്ള സമയത്ത് ഹെൽത്ത് പ്രൊഫഷണൽസുകൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിന് മാത്രമായിട്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്, സമയം കഴിഞ്ഞല്ലേ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ശ്രുതി. മൺഡേ ക്ലാസ്സിലാന്ന് പറഞ്ഞിരുന്നോ നിങ്ങളോടാ?